നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നെഞ്ചത്തിട്ട് പൊട്ടിക്കുന്നതിനെ കുറിച്ച് വട്ടമേശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയും ശിങ്കിടികളും ചത്തൊടുങ്ങിയത്. ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡും ഇന്റലിജൻസ് സംവിധാനങ്ങളും കണക്കുകൂട്ടിയിരുന്നുവെങ്കിലും ആയത്തുള്ള അലി ഖമനേയെ തന്നെ വധിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും കടക്കുമെന്ന് ഇറാൻ കരുതിയതേയില്ല. നിനച്ചിരിക്കാതെ ഒരടി കിട്ടുന്നു, അതിൽ പരമോന്നത നേതാവ് തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡും ഭരണകൂടവും നിലം പതിച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ കാടടച്ച് ഗൾഫിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ആ തിരിച്ചടിക്ക് പ്രത്യാക്രമണം ഞങ്ങൾ നടത്തും എന്ന് ഇറാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. അതിനനുസരിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിദാരുണമായിരുന്നു ഖമനേയിയുടെ മരണം. എന്നാൽ ആ മരണത്തിൽ ഇപ്പോൾ വീരപരിവേഷം ചാർത്തി കൊടുക്കുകയാണ് ഖമനേയിയെ പിന്തുണയ്ക്കുന്ന ഇറാനിലെ ഒരു കൂട്ടർ. അദ്ദേഹം രക്തസാക്ഷിയാണെന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയോടും ഇസ്രയേലിനോടും പോരടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കാതെ, അവരുടെ ഭയപ്പാടുകൾക്ക് ലെവലേശം കൂസലില്ലാതെ നെഞ്ചും വിരിച്ചു നിന്ന നേതാവ് എന്നാണ് ഇറാനിലെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇറാനിൽ അവിടെ ഇവിടെയായി ഇപ്പോൾ പ്രതിഷേധത്തിനായി ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതിദാരുണമായിരുന്നു ഖമനേയിയുടെ മരണം എന്ന് നമ്മൾ പറയുമ്പോൾ 86 വയസ്സുകാരനായ ഖമനേയി കഴിഞ്ഞ കുറെ കാലങ്ങളായി ബങ്കറിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഇറാന് നേരെ അമേരിക്ക പല രീതിയിലുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയും ഇസ്രയേൽ ആക്രമിക്കുമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടം മുതൽ തന്നെ ഖമനേയി സുരക്ഷിത ഇടത്തിലേക്ക് മാറിയിരുന്നു. അതിനിടയിലാണ് തന്റെ ഓഫീസിലേക്ക് എത്തുന്നത്. കുടുംബത്തോടൊപ്പമായിരുന്നു അവിടെ, അതായത് അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയാണ്. അതിന് താഴെയാണ് ഈ ബങ്കറുകൾ ഉള്ളത്. അവിടെയാണ് സുരക്ഷിതമായി ഇവരെല്ലാവരും കൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഖമനേയിക്ക് മാത്രമല്ല, ആ കുടുംബം തന്നെ ചിതറിയെന്ന് വേണം പറയാൻ. മകളും മരുമകനും പേരക്കുട്ടിയും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അള്ള എന്നൊന്ന് വിളിക്കാൻ പോലും കഴിയുന്നതിന് മുൻപ് തന്നെ തീഗോളം ഖമനേയിയെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ആ കൊട്ടാരം നിലം പതിക്കുന്നതിൻ്റെയും ഓഫീസ് കത്തി അമരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ IRGC ആ ഭാഗത്ത് വലിയ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ മൃതശരീരം പൂർണ്ണമായും പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി അങ്ങനെ പറയേണ്ടി വരും. കാരണം ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ട്. ആ മൃതശരീരം അവശിഷ്ടങ്ങൾ പെറുക്കി കൂട്ടിയെടുക്കുന്ന തിരക്കിലാണ് IRGC ഇപ്പോൾ. ഇസ്രയേലിനോടും അമേരിക്കയോടും നിർത്താതെ പോരടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. ഇസ്രയേൽ പേപ്പട്ടിയാണെന്നും അമേരിക്ക രക്തരക്ഷസാണെന്നും ട്രംപിനെ കൊലപ്പെടുത്തുമെന്നുമൊക്കെ പല ആവർത്തി ഖമനേയി വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അറം പറ്റിപ്പോയി എന്ന് വേണം പറയാൻ. കൃത്യമായി പ്ലാൻ ഇട്ട് ഖമനേയിയെ തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഖമനേയിക്ക് വേണ്ടി വലിയൊരു വിഭാഗം ഇപ്പോൾ ഇറാന്റെ തെരുവിലേക്ക് ഇറങ്ങി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത്, പരമോന്നത നേതാവ് ഞങ്ങൾക്ക് രക്തസാക്ഷിയാണ്, ഞങ്ങൾക്ക് മാതൃകയാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും തച്ചു തകർക്കാൻ ഖമനേയി ഞങ്ങൾക്ക് ഊർജമാണ് എന്നാണ് ഖമനേയിയെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കൊലവിളിയാണ് അവർ നടത്തുന്നത്. എന്നാൽ ഇവർക്കുള്ള മറുപടി ഇറാനിലെ മറ്റൊരു വിഭാഗം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ജനാധിപത്യ ഭരണത്തിന് വേണ്ടി ദാഹിച്ച് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ തെരുവിലേക്കിറങ്ങി ഖമനേയിയുടെ മൃതശരീരങ്ങൾ കവറിൽ പെറുക്കി കൂട്ടിക്കൊണ്ട് IRGC പൊയ്ക്കൊള്ളൂ എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ഒരു വശത്ത് കരച്ചിലാണെങ്കിൽ മറ്റൊരു വശത്ത് ജനങ്ങൾ ആഹ്ലാദിക്കുകയാണ്. ഇനി ജനാധിപത്യം പുലരുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അമേരിക്ക ഞങ്ങളുടെ നിലവിളി കേട്ടുവെന്നും ഞങ്ങൾക്ക് വേണ്ടി ഖമനേയിയെ തീർത്തു എന്നുമാണ് ഒരു വിഭാഗം ജനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് പറയുന്നത്. ഇവിടെയാണ് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ആ ആക്രമണം നടന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായി IRGC തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ആരുടെയൊക്കെയാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ എന്നുള്ളതാണ് IRGCയെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഖമനേയിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു ഖമനേയിയുടെ മൃതശരീരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ ചില പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.
എന്നാൽ മൃതദേഹ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇവർ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഖമനേയി മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. IRGCയുടെ തലവന്മാർ ഉൾപ്പെടെ ആ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അവിടേക്കാണ് പ്രിസിഷൻ അറ്റാക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഖമനേയിയുടെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ജനങ്ങൾ കവറിൽ ആ മൃതശരീരങ്ങൾ പെറുക്കി കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളൂ എന്ന് പറയുന്നത്, വിളിച്ചു കൂവുന്നത്. ഒരു വിഭാഗം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങി ഖമനേയിക്ക് വേണ്ടി കരയുമ്പോൾ, ഖമനേയി രക്തസാക്ഷിയാണെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. അതിന് കാരണങ്ങളുണ്ട്. ആഹ്ലാദം പ്രകടിപ്പിച്ച് രംഗത്തേക്ക് വരുന്നവർ ഉയർത്തിപ്പറയുന്ന ഒരേ പ്രസ്താവനയുണ്ട്: മഹ്സ അമനിക്ക് നീതി കിട്ടി. മഹ്സ അമനി ആരാണെന്ന് ലോകത്തിന് കൃത്യമായി അറിയാം. ഒരു മുടിയിഴ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മത പോലീസ് അടിച്ചു കൊലപ്പെടുത്തിയ യുവതിയാണ്, പെൺകുട്ടിയാണ്. അവൾക്ക് വേണ്ടി പിന്നീട് നമ്മൾ കണ്ടതാണ് അവിടുത്തെ ജനങ്ങൾ തെരുവിലേക്കിറങ്ങി, സ്ത്രീകൾ തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്നത്. അവരെ എല്ലാവരെയും അടിച്ചൊതുക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ഭീകരത ലോകം കണ്ടതാണ്. ഇന്നിപ്പോൾ ആയത്തുള്ള അലി ഖമനേയിക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. പക്ഷേ അവരാരും അന്ന് മഹ്സ അമനി കൊല്ലപ്പെട്ടപ്പോൾ, മഹ്സ അമനിക്ക് വേണ്ടി തെരുവിലേക്കിറങ്ങി മറ്റ് സ്ത്രീകൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരക്ഷരം പ്രതികരിച്ചവരല്ല. ശരിക്കും രക്തസാക്ഷി മഹ്സ അമനിയാണ്. അവളുടെ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ്, അവൾക്ക് വേണ്ടി ശബ്ദിച്ച് പുറത്തേക്കിറങ്ങിയ ഒരു പറ്റം സ്ത്രീകളുടെ വിജയം കൂടിയാണ് ഖമനേയിയുടെ കൊലപാതകം എന്ന് ഇപ്പോൾ എല്ലാവരും ഉറക്കെ പറയുകയാണ്. ഖമനേയി രക്തസാക്ഷിയാണെന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തിന്റെ വിത്ത് പാകിയതിൽ, അതിനെ വളർത്തി വലുതാക്കിയതിൽ ഈ ഖമനേയിയുടെ പങ്ക് ചെറുതല്ല. പശ്ചിമേഷ്യയിലെ ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പൻ ഖമനേയിയാണ്. ഇത് മാത്രമല്ല, ഇറാനിലെ മത പോലീസ് എത്രയോ പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ. അവിടെ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പോലും 5000-ലേറെ പേരെയാണ് അവിടെ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഹീറോയാകുന്നത് എന്നുള്ള ചോദ്യമാണ് ആഹ്ലാദം പ്രകടിപ്പിച്ച് ഖമനേയി ചത്തൊടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സ്ത്രീകൾ ഉയർത്തി പറയുന്നത്. 4 പതിറ്റാണ്ട് കാലം ഇറാനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച ആയത്തുള്ള അലി ഖമനേയിയുടെ അന്ത്യം ലോകത്തെ ഞെട്ടിക്കുമ്പോൾ ഇറാനിലും പുറത്തും പ്രകടമാകുന്നത് സമ്മിശ്ര വികാരങ്ങളാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ ഒരു വിഭാഗം ജനങ്ങൾ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഭരണകൂട അനുകൂലികൾ കടുത്ത ദുഃഖത്തിലും ആശങ്കയിലുമാണ്. ദശാബ്ദങ്ങളായുള്ള പുരോഹിത ഭരണത്തിന് അന്ത്യമായെന്ന വിശ്വാസത്തിൽ ഇറാനിലെ പല നഗരങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ടെഹ്റാനിലും കരാജ് പട്ടണത്തിലും സ്ത്രീകൾ ഹിജാബ് വലിച്ചെറിഞ്ഞ് നൃത്തം ചെയ്യുന്നതും ആർപ്പ് വിളിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 1979-ലെ വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തെ അനുകൂലിച്ചും ഫാസിസത്തിന് മരണം എന്ന് മുദ്രാവാക്യം വിളിച്ചും ആയിരങ്ങളാണ് തെരുവുകളിൽ ഒത്തുകൂടുന്നത്. ഖമനേയി കൊല്ലപ്പെട്ട വാർത്ത കേട്ട് സന്തോഷം അടക്കാനാകാതെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു, പിന്നെ അയൽക്കാർക്കൊപ്പം നൃത്തം ചെയ്തു എന്ന് 1 മാസം മുൻപ് നടന്ന പ്രതിഷേധത്തിൽ ലാത്തിയടിയേറ്റ സാറയുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഭരണകൂടത്തോടുള്ള കടുത്ത അമർഷം വ്യക്തമാക്കുന്നതാണ്. സിറിയയിലും ന്യൂയോർക്കിലും ലണ്ടനിലും പ്രവാസികളായ ഇറാനികളും ജൂതന്മാരും ഒന്നിച്ച് മധുര പലഹാരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ഖമനേയിയുടെ മരണം ആഘോഷിക്കുന്നുണ്ട്. സന്തോഷ വാർത്ത കേൾക്കുന്ന എൻ്റെ ആദ്യ പ്രഭാതമാണിത് എന്നാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക മാസിഹ് അലിനെജാദ് കുറിച്ചത്. അതേസമയം ഷിയ ഭരണകൂടത്തെയും ഖമനേയിയെയും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കടുത്ത ആഘാതത്തിലാണ്. അവർ വാവിട്ട് നിലവിളിക്കുന്നു. തങ്ങളുടെ ആത്മീയ നേതാവിന്റെ വിയോഗത്തിൽ രാജ്യം ഔദ്യോഗികമായി 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ അവധിയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇനി ആരുണ്ടാകും എന്ന ഭയമാണ് ഈ ഭരണകൂട അനുകൂലികളെ വേട്ടയാടുന്നത്. ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഈ കൊലപാതകമെന്ന് ഭരണകൂട അനുകൂലികൾ വാദിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ വ്യക്തി മരിച്ചു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം പലരും ട്വീറ്റ് ചെയ്തുകൊണ്ട് സന്തോഷം പങ്കിടുകയായിരുന്നു. അതിലേറെയും ഈ ഖമനേയിയുടെ മരണത്തെ അനുകൂലിക്കുന്ന ഇറാനിലെ ജനങ്ങളാണ്. ഖമനേയി കൊല്ലപ്പെട്ടതോടെ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ അപലപിക്കുമ്പോൾ രക്തദാഹിയായ സ്വേച്ഛാധിപതിയുടെ യുഗം അവസാനിച്ചു എന്നാണ് ഷാ ഭരണകൂടത്തിന്റെ പിൻഗാമി റസാ പഹ്ലവി പ്രതികരിച്ചത്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പണപ്പെരുപ്പത്തിനും ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ മാസങ്ങളായി ഇറാനിൽ ജനകീയ പ്രതിഷേധം നിലനിന്നിരുന്നു. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഖമനേയിയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റുമോ അതോ രാജ്യം കടുത്ത ആഭ്യന്തര യുദ്ധത്തിൽ
യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ മറ്റു ചില വിവരങ്ങളും മറ്റു ചില ദൃശ്യങ്ങളും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ആയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ട വാർത്ത വായിക്കുന്നതിനിടെ കരച്ചിലടക്കാനാകാതെ ഇറാനിയൻ സ്റ്റേറ്റ് TV ആയ പ്രസ് TVയുടെ അവതാരക മറിയം അസർചഹ്ർ കരയുന്നതിന്റെ ചില ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അവർ അപ്പോഴും ഈ വാർത്ത വായിക്കുമ്പോഴും അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു തിരിച്ചടി വരുന്നുണ്ട്. അവർ ചെയ്തതിന്റെ ഫലം അവർ കാണും. വിറയ്ക്കുന്ന ശബ്ദത്തോടെയായിരുന്നു മറിയം ഇത് വായിച്ചത്. ഇതിന്റെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഖമനേയിയുടെ നേതൃത്വത്തെയും പ്രത്യയശാസ്ത്രപരമായ നിലപാടിനെയും അവതാരക പ്രശംസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി നിന്നു. അദ്ദേഹം ലെബനനിലെ കുട്ടികൾക്ക് വേണ്ടി നിന്നു. ഇന്ന് അദ്ദേഹത്തെ ഓർത്ത് ദുഃഖിക്കുന്നവർ ലോകമെമ്പാടുമുള്ള അനാഥരായിരിക്കും എന്ന് മറിയം പറയുന്നുണ്ട്. മറിയം ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിക്കുമ്പോൾ പലസ്തീനിലെയും ലെബനനിലെയും ഏതു കുട്ടികളെയാണ് ഈ പറയുന്ന ആയത്തുള്ള അലി ഖമനേയി സംരക്ഷിച്ചത്? പലസ്തീനെ, ഗാസയെ മുച്ചൂടും മുടിപ്പിച്ചതിൽ പ്രധാനി ആയത്തുള്ള അലി ഖമനേയി തന്നെയാണ്. ഹമാസിനെ ആയുധം കൊടുത്ത് ഇസ്രയേലിലേക്ക് പറഞ്ഞയച്ചതിന്റെ ബാക്കി പത്രമായിരുന്നു ഗാസ മുച്ചൂടും വെണ്ണീറായി പോയത്. അതിന്റെ പിന്നിലെ സൂത്രധാരനാണ് ആയത്തുള്ള അലി ഖമനേയി. എത്ര വെളുപ്പിച്ചാലും ആ കറകൾ ഖമനേയിയിൽ നിന്ന് മാറില്ല. ഖമനേയിയുടെ അന്ത്യം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മോർട്ടീഷ്യ ആഡംസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഇറാനിയൻ യുവതി. ഖമനേയിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന വീഡിയോയിലൂടെ നേരത്തെ ആഗോള ശ്രദ്ധ നേടിയ ഈ യുവതി ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ട വാർത്തയോട് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഖമനേയിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന യുവതിയുടെ ചിത്രം അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇറാനിയൻ അഭയാർത്ഥി എന്ന് സ്വയം വിളിക്കുന്ന യുവതിയാണ് ഖമനേയിയെ വധിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കുഴിമാടത്തിൽ നൃത്തം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതായിരുന്നു യുവതിയുടെ പ്രതികരണം. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ഒരു എലിയുടേതുപോലുള്ള അവസാനമെന്നും യുവതി ഖമനേയിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മോർട്ടീഷ്യ ആഡംസ് ഖമനേയിയുടെ ചിത്രത്തിന് തീയിട്ട ശേഷം ആ തീയിൽ നിന്ന് സിഗരറ്റ് കത്തിക്കുന്ന ചിത്രം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു. ലോകമെമ്പാടും ഇത് ചർച്ചയാകുകയും ചെയ്തിരുന്നു. ആ സ്ത്രീയാണ് ഇപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടതിൽ സന്തോഷിച്ച് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായി മാറിയ ഒരു ചിത്രം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഖമനേയിയുടെ മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന ഇറാൻ വിരുദ്ധ റാലിയിൽ പങ്കെടുത്ത യുവതി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ കുഴിമാടത്തിൽ ഞങ്ങൾ നൃത്തം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ കാടത്ത ഭരണം അവസാനിച്ചിരിക്കുന്നു. ആ പിശാച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു യുവതി ഇറാനിൽ താൻ അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. വിമത പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തുർക്കി വഴി കാനഡയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇവർ. കഴിഞ്ഞ 47 വർഷമായി എൻ്റെ ജീവിതം മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് എനിക്കിനി ഒന്നിനെയും ഭയമില്ല എന്ന ഇറാനിയൻ സ്ത്രീകളുടെ വിപ്ലവ വീര്യം തന്നെയാണ് മോർട്ടീഷ്യയുടെ വാക്കുകളിലും നിഴലിക്കുന്നത്. ഖമനേയിയുടെ അന്ത്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി യുവാക്കളും മുതിർന്നവരുമൊക്കെ തെരുവിലിറങ്ങി ആഹ്ലാദിക്കുന്നുണ്ട്. ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചും പൊതുമധ്യത്തിൽ മുടി പ്രദർശിപ്പിച്ചും സ്ത്രീകൾ പ്രതിഷേധിച്ച് ഇരച്ചടുക്കുകയാണ്. 2022 മഹ്സ അമിനിയുടെ മരണത്തിന് ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്ക് സമാനമായ പ്രതിഷേധമാണ് അടുത്ത കാലത്ത് ഇറാനിൽ നടന്നത്. അങ്ങനെ ഇറാനിൽ മാസങ്ങളായി ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാപങ്ങളിലൊക്കെ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആവശ്യം ഇവിടെ ജനാധിപത്യ ഭരണം വരണം എന്നുള്ളതാണ്. എന്നാൽ ആയത്തുള്ള അലി ഖമനേയി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ല. അവിടെ മതഭരണമായിരിക്കും തേർവാഴ്ച നടത്തുന്നത്. എന്നാൽ ഇനിയും ഇങ്ങനെ പുഴുത്ത് ജീവിക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഞങ്ങൾ ഇരച്ചിറങ്ങുമെന്നും സ്ത്രീകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധ റാലിയിലൊക്കെ ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ അവർ ഏറെ സ്വീകരിക്കുകയാണ്. വലിയ ആഹ്ലാദത്തോടെ അവർ അതിനെ ഏറ്റെടുക്കുകയാണ്. തെരുവിലേക്കിറങ്ങി അവരും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഈ ഒരു ആഹ്ലാദ പ്രകടനവുമായി വലിയൊരു കൂട്ടം ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില വെളിപ്പെടുത്തലുകളുമായി ചില ആഹ്വാനങ്ങളുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇറാൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇറാനിലെ സൈനിക
പോലീസ് വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നും അവരിൽ പലരും പോരാട്ടം നിർത്തി കീഴടങ്ങാൻ തയ്യാറെടുക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കീഴടങ്ങുന്നവർക്ക് സംരക്ഷണം നൽകും, എന്നാൽ സമയം വൈകിയാൽ മരണം മാത്രമായിരിക്കും വിധി എന്ന കർക്കശമായ മുന്നറിയിപ്പാണ് പ്രസിഡന്റ് ട്രംപ് ഇറാൻ സൈനികർക്ക് നൽകിയിരിക്കുന്നത്. IRGCയും മറ്റ് സേനാ വിഭാഗങ്ങളും അവിടുത്തെ ദേശസ്നേഹികളായ ജനങ്ങളോടൊപ്പം ചേർന്ന് രാജ്യത്തെ പഴയ പ്രതാപത്തിലേക്ക് നയിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. ഖമനേയിയുടെ അന്ത്യത്തോടെ ഇറാൻ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകിയിട്ടുണ്ടെന്നും മേഖലയിൽ പൂർണ്ണമായ സമാധാനം ഉറപ്പാക്കുന്നതുവരെ സൈനിക നടപടികൾ തുടരുമെന്നുമാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്യം തെറ്റാത്ത കൃത്യതയാർന്ന ബോംബ് ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും പശ്ചിമേഷ്യയിലും ലോകത്താകമാനവും സമാധാനം സ്ഥാപിക്കുക എന്നതാണ് തങ്ങളുടെ അന്തിമ ലക്ഷ്യമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2025 ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ യുദ്ധം നടന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാൻ ജനതയോട് ഒരു വലിയ ആഹ്വാനം നടത്തിയിരുന്നു. പേർഷ്യ പഴയ പ്രതാപത്തിലേക്ക് പോകുകയാണെന്നും ജൂത ജനതയും പേർഷ്യൻ ജനതയും ഒരുമിച്ച് ആ പഴയ സ്നേഹം പങ്കിടുമെന്നുമായിരുന്നു അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത്. അന്ന് നെതന്യാഹുവിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഖമനേയിയെ കൊലപ്പെടുത്തും എന്നുള്ള ഒരു വ്യാഖ്യാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇതിനിടെ വലിയ പ്രതിഷേധങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഖമനേയിയെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലിനെയും അമേരിക്കയെയും ശപിക്കുകയാണ് പലരും. ഇന്ത്യയിലും പലയിടത്തായിട്ട് ഇപ്പോൾ ഷിയ വിഭാഗത്തിലുള്ളവർ പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ലക്നൌവിലെ ഷിയ സമൂഹം തെരുവിലിറങ്ങിയിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകൾ പ്രതിഷേധത്തിനിടെ കരയുന്നത് കാണാം. ഖമേനി ഒരു സിംഹമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഖമേനിയെ വഞ്ചനാപരമായി കൊന്നു. വഞ്ചനയുടെ വംശപരമ്പരയുള്ളവർ എൻ്റെ ഖമനേയിയെ കൊന്നു. ഖമേനി എൻ്റെ സിംഹമായിരുന്നു. ഇന്നലെ അവൻ ഒരു സിംഹമായിരുന്നു. അവൻ ഇന്ന് ഒരു സിംഹമാണ്. അന്ത്യനാൾ വരെ അവൻ സിംഹമായി തുടരും. ഒരു ഖമേനി മരിച്ചാൽ 1000 ഖമേനികൾ ജനിക്കും. ത്യാഗങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അമ്മമാർ ആൺമക്കളെ പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ അമേരിക്കയും ഇസ്രയേലും ശപിക്കപ്പെട്ടവരും വഞ്ചകരുമാണെന്നും ഇവർ പറയുന്നു. അവർക്കൊരിക്കലും വിശ്വസ്തരായിരിക്കാൻ കഴിയില്ല. അവരുടെ വംശം വഞ്ചകരുടേതാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നു. കൂടാതെ അമേരിക്കയും ഇസ്രയേലും ചർച്ചകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ വഞ്ചനാപരമായി ഖമേനിയെ കൊന്നു. അവർ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ഖമേനി ഹുസൈനി ധൈര്യവാനായിരുന്നു. അദ്ദേഹം ഭയപ്പെട്ടില്ല. അദ്ദേഹം വഴങ്ങിയില്ല. ട്രംപും നെതന്യാഹുവും അദ്ദേഹത്തോടൊപ്പം മൗനം പാലിച്ച മുസ്ലിം രാജ്യങ്ങളും വഞ്ചനാപരമായി ഖമേനിയെ കൊന്നു. അവർ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു. പക്ഷേ ഓർക്കുക, ഞങ്ങൾ ഈ സന്ദേശം നൽകുന്നു. ഒരു ഖമേനി രക്തസാക്ഷിത്വം വരിച്ചാൽ 1000 ഖമേനികൾ വരുമെന്നും പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തായി പ്രതിഷേധങ്ങളും ഗൾഫിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം വലിയൊരു ഭീതിക്ക് നടുവിലാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.